ധനഹാകാലം രണ്ടാം ശനി. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 30 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ശിശുക്കൾക്ക് നൽകുന്ന ജ്ഞാനം. ബുദ്ധി, അറിവ്, ജ്ഞാനം ഇവയൊക്കെ ഏകദേശം സമാനമായ പദങ്ങളാണ്. ദൈവത്തിന്റെ അറിവിനെ ജ്ഞാനമെന്ന് പറയാം. അതൊരിക്കലും അഹങ്കരിക്കുന്നില്ല. ഒരാളിൽ ജ്ഞാനം വർദ്ധിക്കുന്നതിനനുസരിച്ച് സ്വന്തം ബലഹീനതയെക്കുറിച്ച് ബോധമുദിക്കുകയും കൂടുതൽ എളിമയുള്ളവരാവുകയും ചെയ്യും. അതാണ് ജ്ഞാനത്തിന്റെ ലക്ഷണം. എന്നാൽ ഇക്കാര്യം ലോകത്തിലെ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചുവെച്ച് ശിശുക്കൾക്കാണ് സർവജ്ഞനും സർവശക്തനുമായ ദൈവം വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അത്രേ. ശിശുക്കളെ പോലെ എളിയവരായിരിക്കുന്നവരിലാണ് ദൈവം പ്രവർത്തിക്കുക. ബലഹീനനായിരിക്കുമ്പോഴും തങ്ങളെ തന്നെ അമരത്വമുള്ളവരാക്കി സ്വയം ദൈവമെന്ന് പ്രഖ്യാപിച്ച് തങ്ങളെ ആരാധിക്കാൻ കൽപ്പിച്ച അനേകം രാജാക്കന്മാരുണ്ടായിരുന്നു. അതിന് വിസമ്മതിച്ചവരെയൊക്കെ പലവിധ പീഡനങ്ങളാൽ ഉന്മൂലനം ചെയ്തിട്ടുമുണ്ട്. പക്ഷേ മനുഷ്യ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന പീഡനങ്ങളും പ്രാരാബ്ധങ്ങളും തിരിച്ചറിഞ്ഞ് അതൊക്കെ ചുമലിലേറ്റാൻ വന്ന യേശു പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്.